ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു PYQ സീരീസ് ആണ് കേട്ടോ. 1050/2024 അതിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ക്ലാസ് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ആണെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ ഒന്നെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ 141ാമത്തെ ചോദ്യമാണ് ആധാർ ഈസ്. അപ്പോൾ ആധാറിൻ്റെ കുറച്ച് എത്ര ഡിജിറ്റ് നമ്പർ ഉണ്ടെന്നാണ്. 12 ഡിജിറ്റ് നമ്പർ കാർഡാണോ, 10 ഡിജിറ്റ് നമ്പർ കാർഡാണോ, പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, UIDAI ആണോ, അതുപോലെ IT ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ആധാർ 12 ഡിജിറ്റ് നമ്പർ കാർഡാണ്. പിന്നെ മാത്രമല്ല UIDAI ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ. IT ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നത് നമുക്ക് പാൻ കാർഡാണ്. ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പാൻ കാർഡാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് നമ്മുടെ സിറ്റിസൺ ആണെന്ന് തെളിയിക്കാനുള്ള യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ആധാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളത് 12 ഡിജിറ്റ് നമ്പർ കാർഡാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആധാർ 1 ശരിയാണ്, പിന്നെ അതുപോലെ തന്നെ 3 ശരിയാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷനായിട്ട് വരിക? ഓപ്ഷനായിട്ട് വരുന്നത് ഏതായിരിക്കും? 1, 3 ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ A തന്നെയാണ് കേട്ടോ കറക്റ്റായിട്ട് വരിക. 1 and 3 എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന്. ആൻ ഏജൻറ്റ് ഹൂ പ്രൊവൈഡ്സ് ബാങ്കിങ് സർവീസ് ആണോ, ആൻ ഏജൻറ്റ് ഓഫ് ബിസിനസ് ഹൗസ് ആണോ, എ ടൈപ്പ് ഓഫ് മണി ലെൻഡർ ആണോ, ആൻ ഏജൻറ്റ് ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ലെറ്റേഴ്സ്. ആരാണ് ബിസിനസ് കറസ്പോണ്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻറ്റ് തന്നെയാണ് അല്ലേ. ബാങ്കിങ് സർവീസ് നമുക്ക് നൽകുന്ന ഏജൻറ്റുമാരാണ്. അതായത് റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ ബാങ്കിങ് കറസ്പോണ്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ചില ബാങ്കുകൾ. അതായത് വലിയ വലിയ ബാങ്കുകൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത റൂറൽ ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഓരോ വലിയ വലിയ ബാങ്കുകൾക്ക് ഓരോ ബിസിനസ് കറസ്പോണ്ടൻസിനെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതാണ് ബാങ്കിങ്ങിൽ. പിന്നെ അല്ലാതെയും ബിസിനസ് കറസ്പോണ്ടൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഓപ്ഷൻ A ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഏജൻ്റ് ആണ് കേട്ടോ. ഹൂ പ്രൊവൈഡ്സ് ബാങ്കിങ് സർവീസ് ആണ് ബിസിനസ് കറസ്പോണ്ടൻസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് കോമ്പൗണ്ടഡ് ഓൺ. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഓൺ മന്ത്ലി ബേസിസ് ആണോ, ബൈ മന്ത്ലി ബേസിസ് ആണോ, ക്വാർട്ടർലി ബേസിസ് ആണോ, ഹാഫ് ഇയർലി ബേസിസ് ആണോ എന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3 മാസം കൂടുമ്പോഴാണ് അല്ലേ അത് കോമ്പൗണ്ട് ചെയ്തിടുക ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ ക്വാർട്ടർലി ബേസിസ് ആണെന്ന് നമുക്കറിയാം. ക്വാർട്ടർലി ബേസിസ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കോമ്പൗണ്ട് ചെയ്തിടുന്നത്. ഓക്കെ, കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കൂട്ടുപലിശ നിരക്കിലാണല്ലോ തരുന്നത്. ഓക്കെ, അതുകൊണ്ടാണല്ലോ നമുക്ക് കൂടുതൽ 3 മാസം കൂടുമ്പോൾ അവരത് റിന്യൂ ചെയ്തുകൊണ്ടിടും. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം പീരീഡും മാക്സിമം പീരീഡും ഒക്കെ അറിഞ്ഞിരിക്കണം അല്ലേ. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം പീരീഡ് ആർക്കൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങാം? ഇൻഡിവിജ്വൽസിന് തുടങ്ങാം, ഫേംസിന് തുടങ്ങാം, കമ്പനീസിന് തുടങ്ങാം, ട്രസ്റ്റിന് തുടങ്ങാം, സൊസൈറ്റീസിന് തുടങ്ങാം. ഇവർക്കൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ മിനിമം പീരിയഡ് 7 days ആണ്, മാക്സിമം എത്രയാണ്? 120 മാസം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് RBI ഗൈഡ് ലൈൻസ്. പിന്നെ ബാങ്ക്സിന് വേണമെങ്കിൽ ഒരു 15 മിനിമം 15 ഡേ, അതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. 15 days സെറ്റ് ചെയ്യാൻ പറ്റും. അല്ല, 7-ൽ കുറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. 7-ൽ കുറയാൻ പാടില്ല, 15-ൽ കൂടാം, 7-ൽ കുറയാൻ പാടില്ല. മാക്സിമം ആയി 120 മാസം കടക്കാനും പാടില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ വേണമെങ്കിൽ ബാങ്കിന് ചെയ്യാൻ, കുഴപ്പമില്ല. പക്ഷേ ലോവർ കുറയാൻ പാടില്ല. 7-ൽ കുറയാനോ ഈ ഒരു ഇയേഴ്സ് കൂടാനോ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോർ ദാൻ 10 year കൂടാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മിനിമം 7, മോർ ദാൻ 10. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു കോൺട്രാക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു 9% ആണെങ്കിൽ ആ 9% ആയിരിക്കും എൻ്റയർ പീരിയഡ് ഓഫ് ഡെപ്പോസിറ്റിന് നമുക്ക് നൽകുന്നത്. അത് പിന്നെ കുറയില്ല. ഇപ്പോൾ അടുത്ത മാസം 8%, പിന്നെ അടുത്ത മാസം 7%, അങ്ങനെ ഉണ്ടാവില്ല. ഫിക്സഡ് റേറ്റ് ആയിരിക്കും. നമ്മൾ FD സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണോ ഡെപ്പോസിറ്റ്, നമ്മൾ 5 വർഷത്തേക്കാണ് FD ഇട്ടെങ്കിൽ 5 വർഷവും അതേ പലിശ നിരക്ക് നമുക്ക് തന്നുകൊള്ളണം. അതാണ് ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് ഫിക്സഡ് ആയിരിക്കുമല്ലോ, നമുക്ക് പിന്നെ അതിലേക്ക് അഡീഷൻസ് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു 9,000 രൂപ കൊണ്ടിട്ടു, പിന്നെ ഒരു 20,000 കൂടെ അതിൽ കൊണ്ടിടാൻ പറ്റില്ല, പിന്നെ 20,000 വേറെ തുടങ്ങാനേ പറ്റുള്ളൂ. അപ്പോൾ അതും എഫ് ഡിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ FDR എന്താണ്, ഒരു നോട്ട് ട്രാൻസ്ഫറബിൾ, അതായത് നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയാം. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഒരാളുടെ കയ്യിലുള്ള FD റെസിപ്റ്റ് എടുത്തിട്ട് മറ്റാൾക്ക് കൊടുത്തിട്ട് പിന്നെ മറ്റാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നോട്ട് നെഗോഷ്യബിൾ ആണ് കേട്ടോ, നോട്ട് നെഗോഷ്യബിൾ ആണ്, നോട്ട് ട്രാൻസ്ഫറബിളുമാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ FDRൻ്റെ ടേമും റീഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമും ഒക്കെ, പേ ഔട്ട് സ്കീമും ഒക്കെ ടേം ഡെപ്പോസിറ്റ്, റീഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, റെഗുലർ ഇൻട്രസ്റ്റ് പേ ഔട്ട് സ്കീമിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ് ചെയ്യുന്നത് ഡെപ്പോസിറ്റർക്ക്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കോമ്പൗണ്ട് ചെയ്യുന്നത് ക്വാർട്ടർലി ബേസിസ് ആണ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുക. നോമിനേഷൻസ് കൊടുക്കൂട്ടോ, നോമിനേഷൻസ് സ്വീകരിക്കും, അതായത് നോമിനീനെ വെക്കാമെന്നാണ് പറയുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നോമിനീനെ വെക്കാം. ആർക്കൊക്കെയാണ് നോമിനീനെ വെക്കാമെന്ന് വെച്ചാൽ കമ്പനീസിനൊന്നും ഫേംസിനൊന്നും നോമിനീനെ വെക്കാൻ പറ്റില്ല. ഇൻഡിവിജ്വൽസിനും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോമിനി ഫെസിലിറ്റി അവൈലബിൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ ഉള്ളത് ട്രസ്റ്റിനുണ്ടോ, ഫേംസിനുണ്ടോ, കമ്പനീസിനുണ്ടോ? അവർക്ക് ആർക്കും ഇല്ല. ഇൻഡിവിജ്വൽസിനും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അക്കൗണ്ട് ഉള്ള ആൾക്കാർക്കില്ലേ, അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് മാത്രമാണ് ഈ നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത് എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഒരു പിന്നെ മൈനറുടെ പേരിൽ തുടങ്ങാം. 10 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന RBI പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ FDR നമുക്ക് ലോൺ വേണമെങ്കിൽ എടുക്കാം, ലോൺ ഒക്കെ തരും. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു 1 തൊട്ടിട്ട് 2% വരെ നമ്മുടെ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. നമ്മുടെ ഈ ഡെപ്പോസിറ്റിൻ്റെ, അതായത് ഹയർ ദാൻ ദി ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ് ആയിരിക്കും. നമുക്കതിൽ നിന്ന് ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അവർ എടുക്കും, അങ്ങനെയാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് FD ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഓവർഡ്രോ? ആർക്കാണ് ഓവർഡ്രോ ചെയ്യാൻ പറ്റുക? അത് എമൗണ്ട് ഫ്രം ഹിസ് ഓർ ഹെർ ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഓവർഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ലഭിക്കുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഏത് അക്കൗണ്ടിൽ നിന്നാണ്? കറണ്ട് അക്കൗണ്ടാണ്. അതായത് ബിസിനസ്മാൻമാരൊക്കെ യൂസ് ചെയ്യുന്ന കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ളതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. ബാങ്കിങ്ങിൻ്റെ സൈഡിൽ കുറച്ച് 1-2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിലാണ് ഇങ്ങനൊരു ഫെസിലിറ്റി ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് വേറെ എന്തൊക്കെ ഫെസിലിറ്റിയാണുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കണ്ടേ. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് വേറെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുക്കുന്നത്, ആർക്കൊക്കെയാണ് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? ബിസിനസ്സും ട്രേഡിംഗ് പർപ്പസിനുമാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. അതായത് ചെക്ക് എഴുതി കൊടുത്തിട്ടുള്ള പരിപാടിയാണ് കൂടുതലും ഇതിൽ നടക്കുന്നത്. ആർക്കൊക്കെ ഓപ്പൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന്, ബിസിനസ് എൻറ്റിറ്റീസിന്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന്, സൊസൈറ്റീസിന്, ട്രസ്റ്റിന് ഒക്കെ എന്ത് ചെയ്യാം, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക കേട്ടോ. കറണ്ട് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ബൈ ഇൻഡിവിജ്വൽസ്, ബിസിനസ് എൻറ്റിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, സൊസൈറ്റീസ്, ട്രസ്റ്റ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, തുടങ്ങാം എന്നാണ് പറയണത് കേട്ടോ. ഓക്കെ, പക്ഷേ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പീനൽ ചാർജ് ഈടാക്കും കേട്ടോ. പീനൽ ചാർജസ് എന്തെങ്കിലും നോൺ മെയിൻ്റനൻസ്, ഈ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ, സാധാരണ എല്ലാ അക്കൗണ്ടിലുള്ള തന്നെയാണ്. പീനൽ ചാർജസ് ഈടാക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ നമ്പർ ഓഫ് ഡെബിറ്റും ക്രെഡിറ്റും ട്രാൻസാക്ഷൻസിനും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവർക്ക് എത്ര വേണമെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്താം, കാരണം ബിസിനസ് പർപ്പസിനാണല്ലോ. അതിനൊക്കെ സർവീസ് ചാർജ് ഈടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കേണ്ട കാര്യമില്ല, ഇൻട്രസ്റ്റ് ഒന്നുമില്ല കറണ്ട് അക്കൗണ്ട് ബാലൻസിന് എന്ന് RBI എന്ന ഡയറക്റ്റീവ് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഉണ്ട്, പിന്നെ സർവീസ് ചാർജസ് എടുക്കും, അത് പറഞ്ഞല്ലോ. അപ്പോൾ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യും ബാങ്ക്സ്, കറക്റ്റായിട്ട് എന്തെല്ലാം ചെയ്തു എന്നൊക്കെ. നോമിനേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽസിനും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അക്കൗണ്ട്സിനും മാത്രമാണ് കേട്ടോ ഇവിടെയും നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത്. ചെക്ക്, ATM, ഡെബിറ്റ് കാർഡ്, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട്, കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇല്ലിറ്ററേറ്റ് പേഴ്സൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ കറണ്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമലി ബിസിനസ് പേഴ്സൺസിനാണ് ഇങ്ങനത്തെ അക്കൗണ്ട്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചൊന്ന് ഓർത്തിരിക്കാം, കറണ്ട് അക്കൗണ്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയണത് ഡാഷ് ഈസ് എ ഡേറ്റ് എൻറ്റേർഡ് ഓൺ ചെക്ക് ദാറ്റ് ഈസ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എൻട്രി ഓൺ ദ ചെക്ക്. പ്രയർ ആണ് കേട്ടോ. പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എൻട്രി ഓൺ ദ ചെക്ക് എങ്ങനെയാണെന്നാണ് ഏതാണെന്നാണെന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ ഒരു PYQ ഡിസ്കഷൻ സീരീസിൽ നമ്മൾ വിശാലമായിട്ട് ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ സെക്രട്ടറിയുടെ ഒരു PYQ കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഓക്കെ, അപ്പോൾ ഇത് പ്രയർ, അതായത് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ ആരാണ്? ആൻറ്റി ഡേറ്റഡ് ആണ് കേട്ടോ. ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്നാണ് പറയുക. ഓക്കെ, ആൻറ്റി ഡേറ്റഡ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഡാഷ് ഈസ് എ ഡേറ്റ് എൻറ്റേർഡ് ഓൺ ചെക്ക് ദാറ്റ് ഈസ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എൻട്രി ഓൺ ദ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആൻറ്റി ഡേറ്റഡ് ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ മിനിമം മെച്യൂരിറ്റി പീരിയഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ്? അതായത് ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ മിനിമം പീരിയഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതെന്താണ്? ഒരു നെഗോഷ്യബിൾ അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. 1989 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഒരു നെഗോഷ്യബിൾ അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒരു ഉസാൻസ് പ്രോമിസറി നോട്ട് പോലെയുള്ള സംഭവമാണ് കേട്ടോ. അത് അപ് ടു 1 ഇയർ ആണ് സാധാരണ അതിൻ്റെ ഒരു പീരിയഡ് എന്ന് പറയാറുള്ളത്. അപ് ടു 1 ഇയർ ആണ് നോർമലി കൊടുക്കുന്നത് കേട്ടോ. 7 days തൊട്ടിട്ട് അപ് ടു 1 ഇയർ വരെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് 7 days to 1 year എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, പിന്നെ പ്രധാനമായിട്ട് ആരൊക്കെയാണ് ഈ ഒരു CDs, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പിന്നെ അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, പേയ്മെൻറ്റ്സ് ബാങ്ക്സ്, പിന്നെ അതുപോലെ ലോക്കൽ ഏരിയൽ ബാങ്ക്സിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? CDs ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആര് ഇഷ്യൂ ചെയ്യും എന്നതിനേക്കാൾ കൂടുതൽ ആർക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് പഠിച്ചു വെച്ചാൽ എളുപ്പമായിരിക്കും. പേയ്മെൻറ്റ് ബാങ്കിനും പറ്റില്ല, ലോക്കൽ ഏരിയൽ ബാങ്കിലും പറ്റില്ല. ബാക്കി എല്ലാവരും CDs ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. പേയ്മെൻറ്റ് ബാങ്കിന് പറ്റില്ല, ലോക്കൽ ഏരിയ ബാങ്കിന് പറ്റില്ല, ബാക്കിയെല്ലാം ഒരുവിധ ആൾക്കാരൊക്കെ CDs സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലേ, അതുവഴിക്കാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കുക കേട്ടോ. വിച്ച് ഷാൾ ബി ഹെൽഡ് വിത്ത് ഡെപ്പോസിറ്ററി രജിസ്റ്റേർഡ് വിത്ത് സെബിയിൽ ഒരു ഡെപ്പോസിറ്ററി പ്രകാരമാണ് നമ്മൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ഈ ഷെയർ മാർക്കറ്റിലെ പരിപാടിയില്ലേ, അതേപോലെ തന്നെയാണ് ഈ CDs കേട്ടോ. മിനിമം ഡീനോമിനേഷൻ എത്രയായിരിക്കണം? മിനിമം 5 ലക്ഷം, പിന്നെ 5 ലക്ഷത്തിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് വാങ്ങിക്കൂട്ടുക. ഓക്കെ, മിനിമം 5 ലക്ഷം വേണം, പിന്നെ 5 ലക്ഷത്തിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് വാങ്ങിക്കൂട്ടുക എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ഷോൾ നോട്ട് ബി ലെസ് ദാൻ 7 days, പിന്നെ 1 year കൂടാൻ പാടില്ല എന്നാണ് ഈ ഒരു പറയുന്നത് കേട്ടോ. പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ FDs CDs അവർ കൊടുക്കൽ വാങ്ങലുകളാണെങ്കിൽ മിനിമം 1 year, മാക്സിമം 3 year എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത് കൂടുതലായിട്ട് ഇത് ഉറച്ചു പഠിക്കുക. 7 1 വർഷമുള്ളത് കൂടുതലായിട്ട് ഉറച്ചു പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ലോൺസ് അഗെയിൻസ്റ്റ് CD കൊടുക്കില്ല കേട്ടോ. ബാങ്ക്സ് ആർ നോട്ട് പെർമിറ്റഡ് ടു ഗ്രാൻഡ് ലോൺസ് അഗെയിൻസ്റ്റ് CDs. ആ ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. കാരണം പൊതുവെ എല്ലാ സംഭവത്തിനും ലോൺസ് പ്രൊവൈഡ് ചെയ്യുമല്ലോ, വാങ്ങിച്ചേച്ച് ലോൺ കൊടുക്കും. പക്ഷേ ഇതിനില്ല കേട്ടോ. കാരണം ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആയത് കാരണം ഇതിൻ്റെ റേറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ലോണൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക, CD ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് ഹൂ വിൽ സെറ്റിൽ ദ ഗ്രീവൻസസ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് കേരള ബാങ്ക്? കേരള ബാങ്കിൻ്റെ ഗ്രീവൻസസ് ആരായിരിക്കും സെറ്റിൽ ചെയ്യാന്നാണ്? RBI ആണോ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണോ, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണോ, മുൻസിഫ് കോർട്ടാണോ? അപ്പോൾ ആരായിരിക്കും, ആരുടെ കീഴിലാണ് അവർ വർക്ക് ചെയ്യുന്നത്? RBIയുടെ കീഴിലാണ് അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഗ്രീവൻസസ് ഒക്കെ RBI ആണ് സെറ്റിൽ ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് പറയുന്നത് വാട്ട് ഈസ് ദ എക്സ്പോഷർ ലിമിറ്റ് ഓഫ് എ സിംഗിൾ ബോറോവർ ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്? ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സിംഗിൾ ബോറോവറുടെ എക്സ്പോഷർ ലിമിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 40 ലക്ഷം, ഓപ്ഷൻ ബി 75 ലക്ഷം, ഓപ്ഷൻ സി 25 ലക്ഷം, ഓപ്ഷൻ ഡി 15% ഓഫ് ദ Tier 1 ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ആണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇത് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? 15% ആണ്. 15% ഓഫ് ദ ടയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ആണ്. അത് ഇപ്പോൾ നമുക്ക് ടയർ 1 ടയർ 2 കുറിച്ച് ക്ലാസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 2021 അത് ആ സമയത്ത് UCBs എത്ര അസറ്റുള്ള UCBസിനാണ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനാണ് ആ ഒരു സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ വന്നത് എന്നാണ് ചോദ്യം വന്നത് കേട്ടോ. ആദ്യം 2000 കോടിയായിരുന്നേ. ഈ ജൂൺ 2021 വന്നത് 2000 കോടി ഉള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ളതിനായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 2000 കോടിയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ടി ഓഫ് ചെക്ക്? ചെക്കിലെ പാർട്ടി അല്ലാത്തത് ഏതാണ്? ഡ്രോയർ ആണോ, ഡ്രോയി ആണോ, പേയി ആണോ, ഹോൾഡർ ആണോ? അപ്പോൾ ഹോൾഡറാണേ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.